ഷോപ്പിംഗ് വീഡിയോ ആണ് ഇന്നത്തെ. അപ്പോൾ നമ്മൾ പൂനെയിലുള്ള ഫാഷൻ സ്ട്രീറ്റിൽ പോകാനാണ് വിചാരിക്കണേ. അപ്പോൾ ഗൈസ് നമ്മളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 25 കിലോമീറ്റർ ഉണ്ട് ഫാഷൻ സ്ട്രീറ്റിലേക്ക്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ പോണത്. ഞാനിതുവരെ പോയിട്ടില്ല. മുംബൈയിലായിരുന്ന സമയത്ത് അവിടുത്തെ ഫാഷൻ സ്ട്രീറ്റിൽ പോയിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഫസ്റ്റ് ടൈമാണ് ഞാൻ പോയത്. എനിക്കറിയില്ല എത്രത്തോളം നമുക്കിവിടെ കിട്ടും സാധനങ്ങളെന്ന് അറിയില്ല. പെട്ടെന്നായിരുന്നു തീരുമാനിച്ചത്, എന്നാൽ നമുക്ക് ബർത്ത്ഡേ ഷോപ്പിംഗ് ഫാഷൻ സ്ട്രീറ്റിൽ പോവാമെന്ന്. പെട്ടെന്ന് ജസ്റ്റ് രാവിലെ എണീറ്റപ്പോൾ എവിടെയാണ് പോകേണ്ടതെന്ന് കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ അങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ചു, എന്നാൽ ഇവിടെ തന്നെ പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇറങ്ങി. പോണ വഴിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല, ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഏകദേശം സൺഡേ ഒരു ഉച്ചയ്ക്ക് 2:30-3 മണിയൊക്കെ ആയ സമയത്താണ് ഇറങ്ങിയത്. അപ്പോൾ വെയിലും അത്യാവശ്യം കുറവായിരുന്നു. പിന്നെ യാത്ര കുഴപ്പമുണ്ടായിരുന്നില്ല, അങ്ങോട്ട് യാത്ര. പിന്നെ അവിടെ എത്തി. ഞാൻ പ്രതീക്ഷിച്ച പോലെ ഞാൻ എറണാകുളത്തായതുകൊണ്ട് ബ്രോഡ്വേയിലൊക്കെ നമ്മൾ ഒരുപാട് പോയതുകൊണ്ടും അത്രയ്ക്കുള്ള എന്താ പറയുക തിരക്കൊന്നുമില്ല കേട്ടോ സ്ട്രീറ്റിൽ. സ്ട്രീറ്റ് ഫുള്ള് ഒരു സൈഡിൽ 2 സൈഡിലും ഉണ്ട്. പക്ഷേ എന്നാലും നമ്മൾ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും നമുക്ക് വേണ്ട സാധനങ്ങൾ കിട്ടും. ഗേൾസിന് വേണ്ട സാധനങ്ങൾ എന്തായാലും അവിടെ നിന്ന് കിട്ടും. നല്ല ബാർഗെയിനിങ് നടത്താം, നമുക്ക് അത്യാവശ്യം വാങ്ങാം. പിന്നെ ഇത് ആമിയുടെ ഡ്രസ്സ് വാങ്ങിയതാണ്. അത് നമ്മൾ വേറെ ഷോപ്പിൽ കയറി വാങ്ങി, ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ്. അപ്പോൾ ബർത്ത്ഡേ തീം സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ബർത്ത്ഡേ വ്ളോഗിൽ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ എൻ്റെ ചപ്പൽ അവിടെ നിന്ന് നോക്കിയപ്പോൾ അഫോർഡബിളാണ്. എനിക്ക് 2 സെറ്റ് എനിക്ക് 300 തോന്നുന്നു, 300 രൂപയ്ക്ക് കിട്ടി. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ 2 ഞാൻ എടുത്തു. പിന്നെ ആമിക്ക് അവിടെ ഗ്ലാസ് വേണമെന്ന് പറഞ്ഞു ബർത്ത്ഡേക്ക് വെക്കാൻ. അപ്പോൾ അവളുടെ ഫേവറേറ്റ് കളർ പിങ്കാണ്. അപ്പോൾ പിന്നെ അത് സെലക്ട് ചെയ്തു. അവൾ പിങ്ക് ഗ്ലാസ് എടുത്തു. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലായിരുന്നു. അപ്പോൾ ഒരു ഹോട്ടൽ പോലും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു, ജസ്റ്റ് കോൺ, ഇവർ മസാല കോൺ ഉണ്ടാക്കി തരും നമുക്ക്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് അവർ കഴിച്ചു. എനിക്കിഷ്ടമല്ല ആ സാധനം. അപ്പോൾ പിന്നെ അങ്ങനെ നമ്മൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 5:30 ആയിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് പെട്ടെന്ന് ഇരുട്ടാവുന്നുണ്ട്. ഒരു 6 മണി 6:30 ആയ പോലെയാണ് എന്താ പറയുക ക്ലൈമറ്റ്. അപ്പോൾ നമ്മൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കണം. വിശന്ന് ചത്തു. തിരിച്ച് വരണമെങ്കിൽ നമുക്കാണെങ്കിൽ ആർക്കും ഈ മറാഠി ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് മലയാളി ഹോട്ടൽ തന്നെ നമ്മൾ നോക്കി നടക്കുന്നു. അപ്പോൾ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്ത് എത്തണം പിന്നെയും ഹോട്ടൽ ഉണ്ടാവണമെങ്കിൽ. അപ്പോൾ വീട്ടിലടുത്ത് എത്തിയപ്പോൾ തന്നെ ഒരു ഹോട്ടലിൽ കയറി. ഞാൻ ബിരിയാണി കഴിച്ചു. അവർ 2 പേരും കുബൂസ് അൽഫാം ഓർഡർ ചെയ്തു. അവരത് കഴിച്ചു. പിന്നെ തിരിച്ച് വരുന്ന വഴിക്ക് കേക്ക് ഓർഡർ ചെയ്യാനുണ്ടായിരുന്നു. കേക്ക് ഓർഡർ ചെയ്തു. നമ്മൾ തീം സെലക്ട് ചെയ്തിട്ടുണ്ടല്ലോ, ആ കേക്ക് തന്നെയാണ് ഓർഡർ ചെയ്തത്. പിന്നെ നമ്മൾ വീട്ടിലെത്തി. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ ഫാഷൻ സ്ട്രീറ്റിലൊക്കെ പോയിട്ട് എത്തി. ഒരുപാട് നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആകെ ടയേർഡായി പോയിട്ട് തിരിച്ചെത്തിയപ്പോഴേക്കും. അത്യാവശ്യം കുറച്ച് സാധനങ്ങളെ വാങ്ങിയുള്ളൂ. പ്രത്യേകിച്ച് ആൺകുട്ടിക്ക് ബർത്ത്ഡേക്ക് ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ അത് കിട്ടി. ഞാൻ എന്തായാലും കിട്ടി. അത് ബർത്ത്ഡേ വ്ളോഗിലുണ്ടാവും. പിന്നെ ആൺകുട്ടി ടോയ്സ്, അവിടെ ഫാഷൻ സ്ട്രീറ്റിലാണെങ്കിൽ നിറയെ ടോയ്സ്, നമുക്ക് എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ ഗൈസ് ഞാൻ വാങ്ങിയത് കാണിച്ച് തന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 3-4 കുർത്തി എടുത്തു, 2 ചപ്പൽസ് വാങ്ങി. പിന്നെ ആമിക്ക് ഗ്ലാസ് വാങ്ങി. അവളോട് ഗ്ലാസ് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് അവൾ ഗ്ലാസ് കാണിച്ചു തന്നില്ല. അപ്പോൾ എന്നോട് കാണിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഗ്ലാസ് കാണിച്ചു തന്നതാണ് ഞാൻ. പിന്നെ ഇത് ഞാൻ വാങ്ങിയ ചപ്പൽസാണ്, 2 വാങ്ങി. വേറെ അത്രയും വാങ്ങിയുള്ളൂ. പിന്നെ ആമിക്കുട്ടിക്ക് ടോയ്സ്, അവളുടെ കാര്യങ്ങളാണ് പിന്നെ കൂടുതലും വാങ്ങിച്ചത്. എനിക്കും ആമിയുടെ അച്ഛയ്ക്ക് ഡ്രസ്സൊന്നും കിട്ടിയില്ല. കൂടുതലും ഗേൾസിനാണ് അവിടെ ഉള്ളതെന്ന് തോന്നുന്നു. ഇത്രേ വാങ്ങിയുള്ളൂ ഗൈസ്. ഇതിനാണ് ഇത്ര നേരം, കുറേ ടൈം എടുത്തു. അവിടെ ചെന്ന് തിരിച്ചിക്കൊണ്ട് വരാമെന്ന് പറയണത് തന്നെ വലിയൊരു ടാസ്ക്കാണ്. ഭയങ്കര ബ്ലോക്കാണ്. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആകെ ടയേർഡായി. വീട്ടിലെത്തി. ഇനിയിപ്പോൾ എന്താ പറയുക, ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം. ആൺകുട്ടി ബർത്ത്ഡേക്ക് കേക്ക് ഓർഡർ ചെയ്തു. അങ്ങനത്തെ ഐറ്റംസ് സാധനങ്ങളൊക്കെ
ഓർഡർ ചെയ്തു. അതൊക്കെ ചെയ്തു. എനിക്കും അവയ്ക്കുട്ടിക്കും മാത്രമേ ഇപ്പോൾ വാങ്ങിയുള്ളൂ. അച്ഛയ്ക്ക് നോക്കിയിട്ട് ഫാഷൻ സ്ട്രീറ്റിൽ ഒന്നും കിട്ടിയില്ല. കൂടുതലും ഗേൾസിനുള്ള ഐറ്റംസാണ് ഫാഷൻ സ്ട്രീറ്റിലുള്ളതെന്ന് തോന്നുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് ഫാഷൻ സ്ട്രീറ്റിൽ. അപ്പോൾ ബോയ്സൊന്നും ഇല്ല, കാര്യമായിട്ടൊന്നുമില്ല. അപ്പം മൊത്തം ഗേൾസിനാണുള്ളത്. ഗേൾസൊക്കെ അപ്പോൾ കുഞ്ഞുള്ള ഗേൾസൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല ലാഭത്തിൽ ഒരുപാട് സാധനങ്ങൾ നമുക്ക് അവിടെ വാങ്ങാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും കാണണം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. ഓക്കെ.